ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു പാർട്ടി മേക്കപ്പ് ചെയ്ത് പെട്ടെന്ന് നമുക്കൊരു പാർട്ടിക്ക് പോകാം. അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് മുഖമൊന്ന് ക്ലീൻ ചെയ്യാം. ആദ്യം നമുക്ക് തണുത്ത വെള്ളത്തിൽ മുഖമൊന്ന് വാഷ് ചെയ്ത് തുളച്ചതിന് ശേഷം ഒരു ക്ലെൻസിങ് മിൽക്ക് നമുക്കൊരു കോട്ടണിലെടുത്ത് ഇതുപോലെ ഒന്ന് തുളച്ച് ക്ലീൻ ചെയ്യണം. നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു കോട്ടൺ വെച്ച് വീണ്ടും നമുക്ക് നല്ലതായിട്ട് തുടച്ച് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫേസ് നല്ലതായിട്ട് ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് പെട്ടെന്ന് ഒന്ന് ഒരുങ്ങണം എന്നതുകൊണ്ട് ആദ്യം നമ്മൾ ഓരോന്നിടാതെ പ്രൈമറും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൺസീലർ ഒരു ഡ്രോപ്സ് എടുക്കുന്നു, ഫൗണ്ടേഷൻ ഒരു ഡ്രോപ്സ് എടുക്കുന്നു. ഇത് മൂന്നും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ നമുക്ക് ഇടാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഈ പ്രൈമറും കൺസീലറും ഫൗണ്ടേഷനും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഫേസ് ഫുൾ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് അല്ല എങ്കിൽ നമ്മൾ ആദ്യം മുഖം ക്ലീൻ ചെയ്ത് തിളച്ചിട്ട് മോയ്സ്ചറൈസർ ഇട്ട് ഒരു മസാജ് ചെയ്ത് എന്നിട്ട് ഫസ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നേ ആയിട്ട് പ്രൈമർ ഇടണം. വീണ്ടും കൺസീലർ വെച്ച് പാടുകളുണ്ടെങ്കിൽ മറയ്ക്കാം. അതിനുശേഷം ഫൗണ്ടേഷന് ഇങ്ങനെ സ്റ്റെപ്പായി ഇടണം. ഇതിപ്പോൾ അതില്ലാതെ നമ്മൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഫൗണ്ടേഷനും കൺസീലറും പ്രൈമറും ഒന്നിച്ച് മിക്സ് ചെയ്ത് ഹൈലൈറ്ററും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ശേഷം നമുക്ക് ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കോംപാക്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കൈ വെച്ചൊന്ന് ടാപ്പ് ചെയ്തു. ഇത് നമുക്ക് നമ്മളിട്ട ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അതിനുശേഷം ഒരു ലൂസ് പൗഡറും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന ഫൗണ്ടേഷൻ നമ്മുടെ ഫേസിൽ നല്ലതായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്താൽ പോലും പോകുന്നതല്ല. അതിനുശേഷം നമുക്ക് ഐബ്രോസ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പോൾ ഒരു ലൈറ്റായിട്ട് ഒരു ഐ ഷാഡോ ഇടാവുന്നതാണ്. ആദ്യം ക്രീം ടൈപ്പിലുള്ള ഐ ഷാഡോ നമ്മൾ ഐബോളിന് മുകളിൽ ഡാർക്കായിട്ട് ഇടുന്നു. അതിനുശേഷം ഒരു പൗഡർ ബേസ് ഐ ഷാഡോ നമുക്ക് അതിൻ്റെ പുറത്ത് ഇടാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു ബ്ലഷ് ലൈറ്റായിട്ടൊന്ന് കൊടുക്കാവുന്നതാണ്. ഒരു ഹൈലൈറ്റർ നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഐലൈനർ വെച്ചിട്ട് കണ്ണിൻ്റെ ഐലാഷിനോട് ചേർന്ന് ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഐലൈനർ വരച്ചതിന് ശേഷം നമുക്കൊരു കാജൽ വെച്ച് കണ്ണിൻ്റെ അടി ഭാഗം ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇത് പടരാത്ത ഒരു കാജലാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. കണ്ണെഴുതുമ്പോൾ തന്നെ നമുക്ക് കണ്ണിൻ്റെ ഭംഗി എടുത്തു കാണാൻ കഴിയും. അടുത്തതായിട്ട് നമുക്ക് ഐലാഷ് ഒന്ന് വലുതാക്കാൻ വേണ്ടി നമുക്കിവിടെ മസ്കാര ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഉള്ള ഐലാഷിനെയും കാട്ടി നല്ല നീളം തോന്നാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഒരു മസ്കാര ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ എടുത്ത് നമുക്ക് ഐബ്രോസ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് അധികം ബ്ലാക്കായിട്ട് തോന്നിട്ടുമില്ല എങ്കിൽ ഐബ്രോസ് നല്ല ഒരു തിക്കായിട്ട് കാണാനും കഴിയും. ഇനി നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഒരു ലിപ്പ് ലൈനർ വെച്ച് ലിപ്സ്റ്റിക്കിന് ഔട്ട്ലൈൻ കൊടുക്കാവുന്നതാണ്.
അതിന് ശേഷം അവരവർ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ലിപ് കളർ കൊടുത്തിട്ട് ഒരു ലിപ് ബ്രഷ് വെച്ചിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു ലിപ് ഗ്ലോയും കൂടെ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചേഞ്ച് ചെയ്യും. അതിനുശേഷം ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ച് ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഈ ഇട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ ഇട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ ഒന്നും കൂടെ കൊടുക്കുന്നു. നമുക്കിനി ഒരു ഫിക്സിങ് സ്പ്രേയും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ബിന്ദിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്നുള്ള ഒരു മേക്കപ്പ് ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് മുടിയും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുഖത്തിനനുസരിച്ച് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യണം. അത് അവരവർക്ക് ഇഷ്ടമുള്ള രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ രീതിയിൽ നമ്മളിവിടെ ഹെയർ സ്റ്റൈൽ കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് ഒരുങ്ങി ഒരു പാർട്ടിക്ക് പോകുന്ന രീതിയിലുള്ളൊരു മേക്കപ്പാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കേ.